ജോലി എനിക്ക് തന്നെ കിട്ടണേ. എന്റെ പഴവങ്ങാടി ഗണപതി, ആറ്റുകാരമ്മേ, കൊഞ്ചരവള ഭഗവതി, സ്വാമിയേ ശരണമയ്യപ്പോ. ശരു, എനിക്ക് നാളെ രാവിലെ തിരുവനന്തപുരം വരെ പോകണം. 12-ാം തീയതി ഗൾഫിലേക്ക് പോകേണ്ടതല്ലേ? എയർ ടിക്കറ്റിന്റെ കാര്യം ശരിപ്പെടുത്താനുണ്ട്. എത്ര നാളാണ് നിങ്ങൾ അവിടെയും ഞാനും കുഞ്ഞും ഇവിടെയുമായി കഴിയുക? ഞാനും നിങ്ങളുടെ കൂടെ ഗൾഫിലേക്ക് വരട്ടെ. എന്തിന്? നിനക്ക് വേറെ ജോലിയില്ലേ? ഞാൻ പണം ഉണ്ടാക്കാൻ പോവുക. നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എന്നെ കല്യാണം കഴിച്ച് ഞാൻ ഗർഭിണിയായപ്പോൾ രാമേട്ടൻ ഗൾഫിൽ പോയതാ. പിന്നെ ഈ കുഞ്ഞ് ജനിച്ച് ഇവൾക്ക് ഇത്രയും പ്രായമായപ്പോഴാണ് ചേട്ടൻ എന്നെയും കുഞ്ഞിനെയും കാണാനെത്തിയത്. ഉടനെ ചേട്ടൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചേട്ടന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ? മതി മതി, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ മാത്രം മതി. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ ഇതാണ് മോളെ നിന്റെ അച്ഛനെന്നും പറഞ്ഞ് ചേട്ടനെ സ്വന്തം കുഞ്ഞിന് പരിചയപ്പെടുത്തേണ്ട ഗതികേടാണ് എനിക്കുണ്ടായത്. ചേട്ടനേക്കാൾ ഈ കുഞ്ഞിന് ഇഷ്ടം ചേട്ടൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളോടും ഉടുപ്പിനോടുമാണ്. ചേട്ടാ, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സ്നേഹം. സ്നേഹവും വാത്സല്യവും അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂ. ആവശ്യത്തിനും അതിലധികവും പണം ചേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മതി. ചേട്ടൻ ഇവിടെ നിൽക്ക്. നമുക്കൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. എടീ, നീ എന്നെ ഭരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. മോളെ, മോളെ, എന്താ മോളെ? രാമു, രാമു, എന്താ മാവാ? ഇതിനെന്തിനാണ് കരയുന്നത്? എടാ, ഇവിടെ ഇങ്ങനെ കരയിക്കാനല്ല ഞാൻ നിനക്ക് പോകാൻ കഴിച്ചു വന്നത്. ഇവിടെ ചേട്ടന്റെ മോളാ. കുഞ്ഞുനാളിലെ അവളെ അച്ഛനും അമ്മയും മരിച്ചു. പക്ഷെ എന്റെ സ്വന്തം മോളെപ്പോഴാണ് ഞാൻ ഇവിടെ വളർത്തുന്നത്. ഇവളുടെ ഒഴുകുവിന്റെ കണ്ണുനീര് വീട്ടിൽ വീഴരുന്ന് എനിക്ക് നിർബന്ധമാണ്. നീ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. നീ സന്തോഷമായിട്ട് ഇവിടെ കൊണ്ടു നടക്കുമെന്ന് കരുതിയാണ് ഞാൻ നിനക്ക് പോകാൻ കഴിച്ചു വന്നത്. ഇപ്പൊ എന്റെ മോള് എന്റെ മുമ്പ് നിന്ന് കരയാണ്. ഞാൻ എങ്ങനെ സഹിക്കുവാ? അമ്മാവൻ കാര്യം അറിയാതെയാണ് എന്നെ വഴക്ക് പറയുന്നത്. ഞാൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയത് മതിയെന്നാണ് ഇവള് പറയുന്നത്. ഞാൻ ഇവിടെ നിന്നാ മതിയെന്ന്. നീ എങ്ങനെ പറഞ്ഞോടി മോളെ? പറഞ്ഞു ഇളച്ച. രാമു, നീ ഇവിടെ തല്ലിയോടാ? ഇല്ലമ്മാവ. എന്നോട് തല്ലിയില്ല. ഗൾഫിൽ പോകണ്ട, അങ്ങനെ പണം ഉണ്ടാക്കണ്ട എന്നൊരു ഭാര്യ പറഞ്ഞാൽ ഇക്കാലത്ത് ഏതെങ്കിലും ഭർത്താവ് സഹിക്കുമോ? അത് പറഞ്ഞോളൂ. ഇവിടെ ചെറുകുറ്റിക്കായിട്ട് കൊടുക്കാൻ വരുന്നില്ലേ? രാമു, എടാ മോനെ, നിന്റെ ക്ഷമ അപാരം തന്നെടാ. നീ പോയി റെസ്റ്റ് എടുക്ക്. ഷാരു, ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തിയിട്ടും നീ എന്നിൽ നിന്നും പഠിച്ച ഇതാണോ? പണം ഉണ്ടാക്കാൻ ഗൾഫിലേക്ക് പോകണ്ടെന്ന് ഞാൻ എന്തായി കേൾക്കുന്നത്? എനിക്കൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്തംഭിച്ച് ഞാൻ മരിച്ചു പോയാൻ. എന്റെ ഡാഡിക്ക് അതില്ലാത്തത് ഭാഗ്യം. അക്ഷരം പ്രതി കറക്റ്റ്. ഡാഡി, ചേച്ചി ചേട്ടനോട് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഡാഡി, ഈ നാട്ടിലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ശബ്ദമാണിത്. സ്ത്രീധനം വാങ്ങി കല്യാണവും കഴിച്ച് പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് എല്ലാ ചെറുപ്പക്കാരും ഗൾഫിലേക്ക്. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന്റെ തലേ ദിവസമാണ് താലികെട്ട്. എന്നിട്ട് പെട്ടിയും എടുത്ത് എയർപോർട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. പാവം പെണ്ണ് അവന്റെ തിരിച്ചുവരവും കാത്ത് വർഷങ്ങളോളം വഴിക്കണ്ണുമായി അവന് വേണ്ടി കാത്തിരിക്കണം. വിവാഹമോചനം ചെയ്തിട്ട് പോകുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഡാഡി ഇത്? പണം ഉണ്ടാക്കാനാണ് മോഹമെങ്കിൽ പണം ഉണ്ടാക്കി വന്നിട്ട് കല്യാണം കഴിച്ചൂടെ ഈ കൂട്ടർക്ക്? ഗൾഫിൽ നിന്നും കുറച്ച് സ്പ്രേയും സാരിയും പൗഡറും കൊണ്ടുവന്ന് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്താൽ ജീവിതമാകുമോ? 25,000 30,000 കൊടുത്ത് NOC വാങ്ങി ഗൾഫിൽ പോയി ചുമട്ടു ജോലിയും അറബിയുടെ തെറിയും കേട്ട് അടിമപ്പണി ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ആ കാശുകൊണ്ട് ഇവിടെ ഒരു മുറുക്കാൻ കടയോ ബാർബർ ഷോപ്പോ തുറന്ന് ഭാര്യയും കുഞ്ഞുങ്ങളുമായി കഞ്ഞിയും കുടിച്ച് സന്തോഷമായി ജീവിക്കുന്നത്? 5-6 വർഷം കൂടുമ്പോഴാണ് ഭർത്താവ് അവധിക്ക് വരുന്നത്. അങ്ങനെ 5-6 അവധി കഴിയുമ്പോൾ ഭാര്യ വൃത്തിയായിരിക്കും. ഇവര് പണമുണ്ടാക്കി ഭാര്യയെ സംരക്ഷിക്കുകയല്ലേ ഡാഡി ചെയ്യുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീയുടെ ജീവിതം കുരുതി കൊടുക്കുകയാണ്. ശരിയാണ് മോളെ, നീ പറഞ്ഞ നല്ലൊരു ആദർശമാണ്. പ്രസംഗിക്കാൻ കൊള്ളാം, വേണമെങ്കിൽ കൈ അടിക്കാൻ ഞാനും വരാം. പക്ഷെ ജീവിതത്തിന് അത് പ്രയോജനപ്പെടുകയില്ല. ഇങ്ങോട്ട് നോക്ക്, ജീവിക്കണമെങ്കിലേ കൊച്ചിരാമൻ വേണം. എന്റെ മോളാണ്, പാവം പെണ്ണ്. ജീവിതത്തിന്റെ വില എന്താണെന്ന് അവർക്കറിയില്ല. നിങ്ങളോട് ക്ഷമിക്കണമേ. പണത്തിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമ കാണാൻ പണം വേണ്ടേ? പണം കൊടുത്ത് ടിക്കറ്റ് എടുത്തല്ലേ നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്?
എന്റെ ആദർശം ആളെ കൊന്നിട്ടെങ്കിലും പണം ഉണ്ടാക്കണം. മുതലാളി, എനിക്ക് ജോലി കിട്ടി മുതലാളി. നിനക്കത് കിട്ടിയോ? കിട്ടി മുതലാളി. നീ അത് പോകുന്നുണ്ടോ? പോകുന്നു മുതലാളി. എടാ രവി, നിനക്കിവിടെ എന്തിന്റെ കുറവ്? ശമ്പളത്തിന്റെ കുറവ്. എനിക്കവിടെ ഒരുപാട് കാശ് കിട്ടും. എടാ കുഞ്ഞേ, ദോ, നിനക്ക് ശമ്പളം കൂട്ടിത്തന്ന് നിന്നെ വഷളാക്കാൻ ഈ രാജ്യത്ത് ഒരുപാട് മുതലാളിമാര് കാണും. പക്ഷെ എന്നെ പോലെ ശമ്പളം തരാതെ സ്നേഹം മാത്രം തരുന്ന ഒരു മുതലാളിയെ നിനക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു ദരിദ്രവാസി എനിക്ക് വേണ്ട മുതലാളി. ഇനി മുതലാളി മരിച്ചാലും ഞാൻ ഈ വീട്ടിനകത്ത് കാലൂത്തുകയില്ല. ഇന്നാ പിടി മുതലാളിയുടെ ചെത്ത കാറിന്റെ ഉണക്ക താക്കോൽ. ഇന്ന് എന്റെ മോചനത്തിന്റെ ദിവസമാണ്. മുതലാളിയോട് ഞാൻ അന്ത്യയാത്ര പറയുന്നു. നമസ്കാരം, നമസ്കാരം. മോളെ, ഡാഡിയുടെ കയ്യിൽ എന്താണ്? നമ്മുടെ കാറിന്റെ താക്കോൽ. നമ്മുടെ ഡ്രൈവർ പോയോ മോളെ? പോയി ഡാഡി. പോരാ പോകട്ടും മോളെ, ഡ്രൈവർ പോരാ പോകട്ടും മോളെ. ഇന്ന് ഭൂമിയിൽ സ്ഥിരമായി ഡ്രൈവർ എവിടെയടി മോളെ? ഡ്രൈവർ പോരാ പോട്ടടി മോളെ. ഡാഡി, ഡാഡി ഇങ്ങനെ പാട്ടും പാടി നിന്നാ മതിയോ? എന്നെ ആര് കോളേജിൽ കൊണ്ടുവിടും? വിരോധമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കാം. എന്താ പറഞ്ഞത്? അല്ല, വിരോധമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി വിടാന്ന് പറയായിരുന്നു. ശങ്കറിന് ഡ്രൈവിംഗ് അറിയാമോ? അയ്യോ, അറിയാമോന്നോ? എവൻ വേണമെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജ് തന്നെ ഇവിടെ നടത്തും. എന്നാലേ മോളെ ഒന്ന് കോളേജ് കൊണ്ടാക്കിയേക്കണം. എന്നെ മാത്രം രക്ഷിക്കണേ. വരട്ടെ. വൈകുന്നേരം എത്ര മണിക്ക് വരണം? കുറച്ച് താമസിച്ച് വന്നാ മതി. എനിക്കിന്ന് ടൂർണമെന്റിന്റെ പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് വണ്ടി ഒരു 10 മിനിറ്റ് നിർത്തി ബോണറ്റൊക്കെ തുറന്ന് റിപ്പയർ ചെയ്യാം. എല്ലാം നല്ല പിള്ളേർ. ഇവനെയും കൊണ്ട് എങ്ങും പോകാൻ വയ്യല്ലോ ദൈവമേ. നാണക്കേട്. നാളെ തുടങ്ങി ഒറ്റയ്ക്ക് വന്നോളാം. അയ്യോ വേണ്ട, ഞാൻ ചുമ്മാ അറിഞ്ഞാൽ പോവാ. Congratulations. Thank you. Very good. Thank you. Beautiful. Thank you. Good, Sindhu. Thank you. ഇതാവുന്നേ കോളേജുകാരുടെ ഇൻവിറ്റേഷൻ പ്രൂഫ്. പ്രിൻസിപ്പളിനെ കാണിച്ചില്ല? കാണിച്ചു, സെക്രട്ടറി കൂടെ കാണിക്കാൻ പറഞ്ഞു. സിന്ധു, ഈ പ്രേമാനന്ദ് കോളേജിലേക്ക് പാടാൻ വരുമെന്ന് പറഞ്ഞതൊക്കെ ശരിയാണോ? എന്താ സംശയം? വരാത്ത ഒരാളിന്റെ പേര് ഇൻവിറ്റേഷനിൽ അടിച്ച് നാട്ടുകാർ മുഴുവൻ ക്ഷണിക്കോ? അല്ല, അയാൾക്ക് സിനിമയിൽ തന്നെ പാടാൻ സമയമില്ലെന്നാ കേട്ടത്. അദ്ദേഹം വരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നലെ കൂടി പ്രിൻസിപ്പൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. പേടിക്കണ്ട, ഞാൻ ഇവിടെ ആരിപ്പം വരാനാ? വന്നു പോയാൽ
എന്റെ കൃഷിയെ എന്താ 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 അവനെന്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ സഹിച്ചില്ല. നീ സഹിക്കില്ല എനിക്കറിയാം. ഇവ എന്റെ തന്തയ്ക്ക് പറഞ്ഞു എനിക്ക് സഹിക്കില്ല. നീ സഹിക്കില്ല എനിക്കറിയാം. എടാ വിട്ടപ്പ നിന്റെ തന്തയുടെ പേരെന്താ? 8 കുഴി കുട്ടപ്പ കുറുപ്പ്. എടാ വേണ്ടപ്പാ നിന്റെ തന്തയുടെ പേരെന്താ? 8 കുഴി കുട്ടപ്പ കുറുപ്പ്. എടാ ആളിയന്മാരെ നിങ്ങൾ രണ്ടുപേരുടെയും തന്ത ഒന്നല്ലേ? അയ്യോ നേരാണല്ലോ, നമ്മൾ സഹോദരങ്ങളല്ലേ? എന്റെ അമ്മേ എന്റെ അണ്ണ എന്നെ മന്നിട്ട് വിടപ്പാ. ഈ തന്തയില്ലാത്തവനാണ് ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിച്ചത്.